സാത്താന്റെ പരിപാടി, അവൻ നിന്നെ തന്ത്രങ്ങളിലൂടെയാണ് ഭയപ്പെടുത്തുന്നത്. നിന്നോട് അവൻ പറയും, മരിച്ചുപോയ നിന്റെ ഉപ്പാപ്പനുണ്ടല്ലോ, നിന്നെ കാണാൻ രാത്രികളിൽ വരുന്നുണ്ട്. മരിച്ചുപോയ അപ്പച്ചനുണ്ടല്ലോ, കൂടെ കൂടെ വാഴയുടെ ചുവട്ടിൽ നിന്നെ വിളിക്കുന്നുണ്ട്. അവൻ ഇന്ന ദിവസം നിന്റെ വീടിനെ ലക്ഷ്യമാക്കി വരുന്നുണ്ട്. കള്ളത്തരമാ ഇതൊക്കെ, സാത്താന്റെ തന്ത്രങ്ങളാ. ഇന്ന് പകൽ ശ്രദ്ധിച്ചു കേട്ടോണം. ഇതിനകത്തിരിക്കുന്ന ഒരാളിന്റെയും കൂടാരത്തിന് അടുക്കാൻ ഒരനർത്ഥത്തിനും പറ്റത്തില്ല. പകയന്റെ കാണികളിലും പകരുന്ന 89-ാം സങ്കീർത്തനം 23-ാമത്തെ വാക്യം വായിച്ചു. ഞാൻ അവന്റെ വൈരികളെ അവന്റെ മുൻപിൽ തകർക്കും, അവനെ പകയ്ക്കുന്നവരെ സംഹരിക്കും. ഇന്ന് പകലിൽ ദൈവത്തിന്റെ വചനം കേൾക്കുന്നോട് പരിശുദ്ധം പറയാം, നിനക്ക് വിരോധമായി വരുന്ന സകല ഗൂഢാലോചനകളെയും കർത്താവ് ഇന്ന് പകൽ തകർക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത്. എന്റെ കൈ അവനോട് കൂടെ സ്ഥിരമായിരിക്കും, എന്റെ ഭുജം അവനെ ബലപ്പെടുത്തും. അടുത്തത്, ശത്രു അവനെ തോൽപ്പിക്കുകയില്ല, വഷളൻ അവനെ പീഡിപ്പിക്കുകയില്ല. ഇനിയും നിന്നെ ശത്രുവിന് തോൽപ്പിക്കാൻ പറ്റത്തില്ല. കാരണം അവന്റെ കൈ നിന്നോട് കൂടെ ഇരിക്കുക. ആരുടെ കയ്യാ? യഹോവയുടെ കൈ. ആ കരവൊന്ന് അടിച്ചു വേണേ ആ 2 വരി ഒന്ന് പാടാം. പകയന്റെ കണികളിലും പകരുന്ന വ്യാധിയിലും പകലിലും രാവിലും പകർന്നിടും കൃപ മഴ പോ തുണയെനിക്ക് കുറവിനിയില്ലതാ അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. സാത്താന്യ ഭയം, സാത്താനെ കുറിച്ചുള്ള ഭയം, മന്ത്രവാദത്തെക്കുറിച്ചുള്ള ഭയം, ആഭിചാരത്തെക്കുറിച്ചുള്ള ഭയം ഒന്നും നിന്നെ തൊടത്തില്ല. എന്നെ കാരണം തുണയായ യേശു നിന്റെ കൂടുണ്ട്. ഇനി ശത്രു നിന്നെ തോൽപ്പിക്കത്തില്ല. നിന്റെ മുമ്പിൽ അവൻ വൈരികളെ തകർത്ത് കളയും. എന്തൊക്കെയോ ചില കുടുംബങ്ങൾ, ആമേൻ, മന്ത്രവാദത്തെ തകർന്ന ചില കുടുംബങ്ങൾ എന്നെ കേൾക്കുന്നുണ്ട്. പക്ഷെ കർത്താവ് പറയും, ഇനി അത് സംഭവിക്കത്തില്ല. പിശാചിന്റെ പദ്ധതികൾ ഇന്ന് പകലിൽ അഴിയട്ടെ. പിശാചൻ നീ കെട്ടിയ സകല കെട്ടുകളും ഇവര് പട്ടുപോകണം, ഇവരുടെ തലമുറ പട്ടുപോകണം, ഇവരുടെ കുടുംബം നശിച്ചു കാണണം, ഇവരുടെ വീട് എഴുന്നേക്കരുതെന്ന് പറഞ്ഞ ഇന്നലകളിൽ നീ കെട്ടി. പക്ഷേ ഇവർ യേശുവിനെ ആശ്രയിക്കുന്നത് കൊണ്ട് ഇവർ ഈ കുടുംബങ്ങൾ വിടുവിക്കപ്പെടുകയാണ്. ആമേൻ. എന്തുകൊണ്ട് നാം സാത്താനെ ഭയമില്ല? കേൾക്കാൻ താല്പര്യമുണ്ടോ? കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 15-ാമത്തെ വാക്യം പറയുന്നു, വാഴ്ചകളെ, അത് ഭയങ്കരമാണ്, അധികാരങ്ങളെ അവൻ ആയുധ വർഗം വെപ്പിച്ചു, ക്രൂശിൽ അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യ കാഴ്ചയാക്കി മാറ്റി. എന്ന് വെച്ചാൽ യേശു നമ്മുടെ ഡാഡി പിശാചിന്റെ പദ്ധതിയെ തകർത്തു. അതുകൊണ്ട് പറഞ്ഞു, നിന്റെ ഒരായുധം എൻ്റെ പിള്ളേരുടെ അടുക്കൽ എടുക്കരുത്, അത് മുഴുവൻ ഇവിടെ വെച്ചിട്ട് അവൻ പറഞ്ഞു തൊടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അവന്റെ തലയെ ചവിട്ടി മെതിച്ചു കാൽവറിയും. യേശു ജയോത്സവം കൊണ്ടാടി. അതുകൊണ്ട് യേശുവേന്ന് വിളിക്കുന്നവരുടെ തലമുറകളെ പിശാചിന് പേടിയാ. ഉറക്കെ വിളിച്ച യേശുവേ. എന്താ പിശാചിന് നിന്നെ പേടിയെന്നറിയാമോ? നീ യേശുവിനെ രക്ഷകനും കർത്താവുമായി വിശ്വസിച്ചത് കൊണ്ട്, യേശു നിന്റെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നത് കൊണ്ട്, അവൻ പിശാചിന്റെ തലയെ തകർത്തെന്ന സത്യം നീ തിരിച്ചറിഞ്ഞത് കൊണ്ട്, തന്റെ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ അവൻ അധികാരം തന്നിരിക്കുന്നു എന്ന് നീ അറിഞ്ഞതുകൊണ്ട് പിശാചിന് നിന്നെ തോൽപ്പിക്കാൻ കഴിയത്തില്ല.